ഇപ്പോൾ CPM നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി മത്സരിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഏറ്റവും വലിയ പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും നേരിടുന്നൊരു ഘട്ടത്തിൽ എങ്ങനെ കോൺഗ്രസിന്റെ കൂടെ പോയി ഒരു സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തിന് സാധിക്കും? നല്ല ഗ്രാഹ്യത പ്രത്യയശാസ്ത്ര രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഉള്ള ഒരാൾ, പാർട്ടി പരിപാടിയോട് വിയോജിപ്പില്ല, പാർട്ടിയുടെ ആനുകാലിക രാഷ്ട്രീയ നയത്തോട് വിയോജിപ്പില്ല, സംഘടനാപരമായിട്ടുള്ള തത്വങ്ങളോട് വിയോജിപ്പില്ല എന്ന് പറയുന്ന സുധാകരന് പിന്നെ എന്തു പറ്റി? ആകെ പറ്റിയത് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് സാധാരണ നിലയിൽ കഴിയില്ല. കാരണം പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ ഞങ്ങളെപ്പോലുള്ള പലരും സംഘടനാ രംഗത്ത് നിന്ന്, ഉത്തരവാദിത്വ പദവിയിൽ നിന്ന് ഞങ്ങളെല്ലാം ഒഴിവായത് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമായിട്ടാണ്, അല്ലാതെ ബോധപൂർവ്വം ഒഴിവാക്കിയതല്ല. സുധാകരന് മാത്രം എന്തുകൊണ്ട് വിഷമത തോന്നുന്നു? അതും ഈ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായ അതിശക്തനായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ്, ഒരു കോമ്രേഡ്, ഒരു കേഡർ എങ്ങനെ ഈ സ്ഥിതിയിലേക്ക് എത്തി? അതും ഒരു രക്തസാക്ഷി കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരംഗം എങ്ങനെ ഈ രൂപത്തിൽ അധപ്പതിച്ചു? ഇത് മറുപടി പറയേണ്ടത് സുധാകരനാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അധികകാലം അദ്ദേഹത്തിന് ഇവരുമായി ബന്ധപ്പെട്ട് യോജിച്ചു പോകാൻ കഴിയില്ല. നിലപാട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് തിരുത്തും, ശരീരം തിരുത്തും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിന്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് തടരാത്ത ഒരു ദിവസവും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും സ്ഥിതി അങ്ങനെ തന്നെയായിരിക്കും. പാർട്ടിയെ വഞ്ചിക്കുന്ന തൊഴിലാളി വർഗ പ്രതിബദ്ധതയും അതുപോലെ തന്നെ തൊഴിലാളി വർഗ കൂറുമുള്ള ഒരു മനസ്സിന് ചെങ്കൊടി കണ്ടാലും രക്തസാക്ഷി മണ്ഡപം കണ്ടാലും അറിയാതെ മുദ്രാവാക്യം വിളിച്ചു പോകും. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ് സുധാകരൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസുമായി ഒത്തുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം പറയുന്ന ആദർശം വിട്ടൊരു കളിയില്ല, ആദർശത്തിലൊരു വ്യത്യാസവുമില്ല. പിന്നെ എന്താ ഉണ്ടായത്? പാർട്ടി ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിട്ടുള്ള പൊസിഷൻ അദ്ദേഹം തന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ച സമയത്ത് ഞാനില്ല എന്ന് പറഞ്ഞതല്ലേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ചതിച്ചു എന്ന് പറയുന്നത് എന്താ? ഏത് പദവിയാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്? ഏത് സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ സ്ഥാനം? ഭുവനേശ്വരം കേസ് വീട്ടിൽ ആഞ്ഞിലത്തടി വെട്ടി നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ പറയുന്നതല്ല, അതെനിക്ക് കുറെ കഥകളുണ്ടാവും. അല്ലാതെ നീതി ചെയ്യാൻ പറ്റില്ലല്ലോ. ഭുവനേശ്വരനോട് നീതി ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കഥകൾ പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അദ്ദേഹം പറയുന്നത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി അതിനെ സംബന്ധിച്ച് പരിശോധിക്കാമെന്നും പറഞ്ഞു. പിന്നെ വലിയൊരു ആലോചനയുടെ ആവശ്യമില്ലല്ലോ, ഇവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സേവനം, അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകനും CPM മുതിർന്ന നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.